കല്യാൺ സീറോ മലബാർ രൂപതയിലെ വൈദിക വിദ്യാർത്ഥി ബ്രദർ നോയൽ ഫെലിക്സ് തെക്കേക്കരയ്ക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. സാവന്തവാടിയിലെ രൂപത എസ്റ്റേറ്റിൽ റീജൻസി മിനിസ്ട്രി ചെയ്യവെയായിരുന്നു ബ്രദർ നോയലിന്റെ ആകസ്മിക വേർപാട് ഏവരെയും ദുഃഖത്തിൽ ആഴ്ത്തിയത്. പൗരോഹിത്യം എന്ന വലിയ സ്വപ്നം നെഞ്ചിലേറ്റി തീക്ഷ്ണതയോടെ അവിടുത്തെ വേലയിൽ വ്യാപൃതനായിരുന്ന ബ്രദർ നോയൽ 29-ാം വയസ്സിലാണ് നിത്യതയിലേക്ക് യാത്രയായിരിക്കുന്നത്. കൊടും മഴയിലും ശക്തമായ കാറ്റിലും കാൽവഴുതി സമീപത്തെ നദിയിലേക്ക് വീണതിനെ തുടർന്നുണ്ടായ അപകടമായിരുന്നു മരണത്തിലേക്ക് നയിച്ചത്. സഹപ്രവർത്തകരും സമീപവാസികളും ചേർന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും കനത്ത വെള്ളപ്രവാഹം മൂലം രക്ഷിക്കാനായില്ല. പോലീസും ഫയർഫോഴ്സും ചേർന്ന് 2 മണിക്കൂറോളം നീണ്ട തെരച്ചിലിനൊടുവിലാണ് ബ്രദർ നോയലിന്റെ മൃതദേഹം കണ്ടെടുത്തത്. സെപ്റ്റംബർ 4-ന് മുംബൈയിലെ നേരൂൾ ഇടവകയിലായിരുന്നു മൃതസംസ്കാര ശുശ്രൂഷകൾ നടത്തപ്പെട്ടത്. കല്യാൺ രൂപതാധ്യക്ഷന്മാർ തോമസ് ഇലവനാൽ മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കർത്താവിനും സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹമായിരുന്ന ബ്രദർ നോയൽ ഫെലിക്സിന് അന്ത്യയാത്ര ചൊല്ലാൻ നിരവധി വൈദികരും വൈദികാർത്ഥികളും സന്യസ്തരും വിശ്വാസികളുമാണ് എത്തിച്ചേർന്നിരുന്നത്. നാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.